സാങ്കേതിക സർവകലാശാല പ്രതിസന്ധിയിൽ ഗവർണർ ഇടപെട്ടേക്കും. വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് കത്തയച്ചതിനെ തുടർന്നാണ് ഇടപെടൽ സാധ്യത. സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസം ഫിനാൻസ് കമ്മിറ്റി യോഗം മുടങ്ങിയിരുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളും ശമ്പള വിതരണം അടക്കമുള്ളവയും അവതാളത്തിലാണ്. സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് കടുത്ത നിസ്സഹരണമാണെന്നും VC ഗവർണർക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാത്തവരുടെ പേര് വിവരങ്ങളും രാജ്ഭവന് കൈമാറിയിരുന്നു. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വാർത്താ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. മനീഷ്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് KTU. ഈ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ നിസ്സഹകരണമാണ് പ്രധാന പ്രതിസന്ധി. ചാൻസലറുടെ ഇടപെടൽ ഏത് തരത്തിലായിരിക്കും? വിവരങ്ങൾ. സുഹേൽ, കടുത്ത പ്രതിസന്ധിയിലാണ് കേരള സാങ്കേതിക സർവകലാശാല. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയും ജീവനക്കാർക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു. 2 മാസമായി പെൻഷൻ നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ആമസോൺ ക്ലൗഡിന് പണം നൽകിയിട്ട് 2 മാസത്തോളമായി. ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അത് 1 മാസത്തോളമായി വൈകിയിരിക്കുകയാണ്. അത് പ്രിന്റ് ചെയ്യാനുള്ള പണം പോലും കൊടുത്തിട്ടില്ല. ഒപ്പം തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനടക്കം പണം നൽകാത്തതിന്റെ പേരിൽ പല സോഫ്റ്റ്വെയറുകളും ഔട്ട്ഡേറ്റഡ് ആയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സർവകലാശാലയിലെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവതാളത്തിലായ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഫിനാൻസ് കമ്മിറ്റി വിളിച്ചു ചേർത്തത്. പക്ഷേ 15 പേരുള്ള കമ്മിറ്റിയിൽ സർക്കാർ പ്രതിനിധികളായിട്ടുള്ള ഡീൻ റിസർച്ചോ ഡീൻ അക്കാദമിക്കോ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ഈ 15 പേരിൽ 4 പേർ മാത്രം പങ്കെടുത്തതിനെ തുടർന്ന് ഇത് പിരിച്ചുവിടേണ്ടി വന്നു. 8 പേരെങ്കിലും ഇല്ലാതെ ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാൻ കഴിഞ്ഞില്ല. ഇനി 13-ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗമുണ്ട്. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ ബജറ്റ് അവതരിപ്പിച്ച് ആ ബജറ്റ് യോഗത്തിൽ തന്നെ സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്താൽ മാത്രമേ ആ ബജറ്റ് പാസ്സാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട്, അതായത് നേരത്തെ കോടതിയടക്കം സമീപിച്ചുകൊണ്ടായിരുന്നു ഈ നേരത്തെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് നിയമിച്ച ശിവപ്രസാദിന്റെ നിയമനം റദ്ദാക്കിയത്. പക്ഷെ വീണ്ടും കോടതിയെ സമീപിച്ചുകൊണ്ട് 6 മാസത്തെ താൽക്കാലിക VC എന്ന രീതിയിലാണ് സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും സിസ തോമസിനെയും ഒപ്പം തന്നെ ഈ സാങ്കേതിക സർവകലാശാലയിലെ ശിവപ്രസാദിനെയും നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ശിവപ്രസാദിനെ മാറ്റണം. മറ്റൊരു നോമിനിയുടെ പേരായിരുന്നു സർക്കാർ, 2 പേരുടെ പേരായിരുന്നു സർക്കാർ കൊടുത്തത്. ഈ പേരുകൾ പരിഗണിക്കാതെയായിരുന്നു ഗവർണർ വീണ്ടും ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരടക്കം കഴിഞ്ഞ ദിവസം സാങ്കേതിക സർവകലാശാലയിലേക്ക് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിനെതിരെ പോലീസ് നടപടികളടക്കം എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഗവർണർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഈ യോഗത്തിൽ പങ്കെടുക്കാത്ത ആളുകളുടെ അടക്കമുള്ള വിശദ വിവരങ്ങൾ നൽകിയിട്ടുകൊണ്ടാണ് വൈസ് ചാൻസലർ ഇടപെടണം. കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലാവുകയാണ്. സർക്കാർ പ്രതിനിധികൾ പോലും പങ്കെടുത്തില്ല എങ്കിൽ VCക്ക് നിലനിൽക്കാനാവില്ല എന്നുള്ള കാര്യം ഗവർണർ അറിയിച്ചതിനാൽ ഗവർണർ ഇടപെട്ടില്ലെങ്കിൽ ഈ സർവകലാശാലയുടെ വിഷയം വലിയ അവതാളത്തിലേക്ക് കടക്കും. പണമുണ്ട്, പക്ഷേ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയിലാണ് KTUവിലെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.